ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് റെഡ്മി 12 5G എന്നൊരു മോഡലാണ്. റെഡ്മി 12 13 ഏകദേശം രണ്ട് മോഡലും സെയിമാണ്. സോ ഇന്ന് നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേ മാറ്റുന്നത് കാണാം. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. സോ ആദ്യമായിട്ട് അതിൻ്റെ ബാക്ക് ഗ്ലാസ് റിമൂവ് ചെയ്യണം. ബാക്ക് ഗ്ലാസ് ഓൾറെഡി ചെറിയ ഡാമേജ് ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് എടുക്കാൻ വേണ്ടി നോക്കി. ഡാമേജ് ഇല്ലെങ്കിൽ ഒന്ന് സ്ലോ ആയിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ നമ്മൾ ബാക്ക് ഡോർ ഏകദേശം റിമൂവ് ആയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ സ്ക്രൂ കാര്യങ്ങൾ ആദ്യം തന്നെ റിമൂവ് ചെയ്തുകൊണ്ട് വീഡിയോയിൽ അതിൻ്റെ വീഡിയോ ഉണ്ടാക്കിയിട്ടില്ല. സോ നമ്മൾ അതിൻ്റെ ബാക്ക് ഡോർ റിമൂവ് ചെയ്യുകയാണ്. ഏകദേശം ഡിസ്പ്ലേ മൊത്തം ക്രാക്ക് ആയിട്ടുണ്ട്. കസ്റ്റമർ നമ്മുടെ ഫ്രണ്ട് തന്നെയാണ്. സോ അവരെ കയ്യിൽ നിന്ന് ചെറുതായിട്ട് പോകുന്ന ഡാമേജ് ആയി. സോ നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേ ചേഞ്ച് ആക്കാം. ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് മോഡലാണ് റെഡ്മി 12 5G 13 5G. സോ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഡിസ്പ്ലേ മാറ്റി കൊടുക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോളോ ചെയ്യാം. സോ ഡിസ്പ്ലേ റിമൂവ് ചെയ്യാൻ എൻ്റെ ബാക്കിൽ നിന്ന് ചെറുതായിട്ടൊരു പ്രസ്സിങ് കൊടുത്താൽ ഏകദേശം റിമൂവ് ആവും. എന്നിട്ട് സ്ക്രീൻ ഗാർഡിൻ്റെ ബാക്ക് പ്ലാസ്റ്റിക് കൊണ്ട് ബാക്കുകളും സെപ്പറേറ്റ് ചെയ്യുക. സോ ഈ ഡിസ്പ്ലേ നമ്മൾ റിമൂവ് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ മിഡിൽ ഫ്രെയിമും കാര്യങ്ങളൊക്കെ നേരം പോലെ ക്ലീൻ ചെയ്യാം. മിഡിൽ ഫ്രെയിം ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, 4 കോർണറും നല്ല ക്ലീൻ ആയിരിക്കണം. എവിടെയെങ്കിലും ചെറുതായിട്ട് ഡസ്റ്റ് ഉണ്ടെങ്കിൽ അത് പിന്നീട് ആ പ്രശ്നമായി മാറും. ഓക്കെ, സോ നമ്മൾ ബാക്ക് ഡോറ് എന്നിട്ട് ഫ്രെയിം ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും നേരം പോലെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ കൊടുന്ന പുതിയ ഡിസ്പ്ലേ അതിലിട്ടിട്ട് ചെക്ക് ചെയ്യാം. നമ്മുടെ സൂപ്പർ ബ്രേവ് എന്ന ഒരു കമ്പനിയുടെ ഡിസ്പ്ലേ ആണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിലാവുമ്പോൾ 2 സ്ട്രിപ്പ് വരുന്നുണ്ട്. ഒന്ന് താഴ്ഭാഗത്തും വരുന്നുണ്ട്, ഒന്ന് മേൽഭാഗത്തും വരുന്നുണ്ട്. സോ 2 സ്ട്രിപ്പ്. ആദ്യത്തെ സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ ചാർജിങ്ങിൻ്റെ സെക്ഷനാണ്. ആ സ്ട്രിപ്പ് നേരം പോലെ പ്രസ്സായിട്ടില്ലെങ്കിൽ പിന്നീട് ആ ചാർജിങ്ങിന് പ്രശ്നം വരാറുണ്ട്. സോ ഫിറ്റ് ചെയ്യുമ്പോൾ നേരം പോലെ നോക്കുക. ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ഏകദേശം ഓൺ ആവുന്നുണ്ട്. വീഡിയോയിൽ തന്നെ കാണാം നമ്മളെ ഡിസ്പ്ലേ വളരെയധികം ക്ലാരിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. സോ നമുക്കതിൻ്റെ ടച്ചും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് വർക്കാവുന്നുണ്ട്. സോ നമ്മൾ ഫോണിൻ്റെ ഡിസ്പ്ലേ ഏകദേശം ഓണാവാനായിട്ടുണ്ട്. ഓണായതിന് ശേഷം നമുക്ക് അതിൻ്റെ ചെക്ക് ചെയ്യാം, ടച്ചും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണോ ഇല്ലേ, വർക്കിംഗ് ആണോ ഇല്ലേ. എന്നിട്ട് അതിന് ശേഷം മാത്രം ഫിറ്റാവും. കാരണം ഫിറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ഓട്ടോമാറ്റിക്കിൻ്റെ പ്രശ്നമോ വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ അത് പിന്നീട് നമുക്ക് തന്നെ പ്രശ്നമാവും. സോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. ലോക്ക് ഇട്ടു. ഓക്കെ, നമുക്ക് കാണുന്നത് പോലെ തന്നെ ഏകദേശം വർക്കിംഗ് ആണ്. സോ നമുക്കിനി ഡിസ്പ്ലേ റിമൂവ് ചെയ്തിട്ട് ഇതിൽ പിന്നീട് ഫിറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇനി ഡിസ്പ്ലേ ഫിറ്റ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേയുടെ 4 ഭാഗത്തും ചെറിയ തോതിൽ ഗമ്മൊക്കെ ഇട്ടിട്ട് വേണം ഫിറ്റ് ചെയ്യാൻ. കാരണം ഫ്രെയിമിൻ്റെ സൈഡിൽ കൂടി നമ്മൾ ഗമ്മിടുമ്പോൾ അത് കറക്റ്റായിട്ട് ഫിക്സ് ആവലില്ല. പല ഷോപ്പിലും അങ്ങനെയാണ് ഫിക്സ് ചെയ്യാറുള്ളത്. സോ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേയുടെ 4 കോർണറും ഏകദേശം ചെറുതായിട്ട് ഗമ്മിട്ടിട്ട് ഫിക്സ് ചെയ്താൽ മതി. വലിയ ഗമ്മിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഗമ്മ് തന്നെ വളരെ ഹാർഡായ ഒരു ഗമ്മായിരിക്കും. സോ നമ്മളിപ്പോൾ ഏകദേശം ഒരു 3-4 കോർണർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏറ്റവും അടിഭാഗത്ത് ഗമ്മിടുമ്പോൾ അതിൻ്റെ സ്ട്രിപ്പിൽ ആവാതെ സൂക്ഷിക്കണം. കാരണം സ്ട്രിപ്പിൽ ചെറുതായിട്ടെങ്കിലും ഗമ്മ് കൂടുതലായി കഴിഞ്ഞാൽ പിന്നീട് വലിയ പ്രശ്നമാവും. സോ അടിഭാഗത്ത് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് മാത്രം ഗമ്മിടുക. സോ നമ്മൾ ഗമ്മിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്രെയിമിൻ്റെ 4 കോർണറും ചെറുതായിട്ട് ഏറ്റവും കറക്റ്റ് ഗമ്മിടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. കാരണം ചെറുതായിട്ട് ഫ്രെയിമിലും ബാക്കി ഡിസ്പ്ലേയുടെ 4 ഭാഗത്ത് ഇടുന്നതാണ് ഏറ്റവും കറക്റ്റ് ഗമ്മിടൽ. ഇങ്ങനെ ആകുമ്പോൾ ഫിറ്റിങ്ങും പിന്നെ ഡിസ്പ്ലേയുടെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ വളരെ നല്ല നീറ്റായിരിക്കും. സോ ഇനി നമ്മൾ ഡിസ്പ്ലേ ഇടുമ്പോൾ ആദ്യം ഏറ്റവും താഴ്ഭാഗത്ത് വേണം ഫിക്സ് ചെയ്യാൻ തുടങ്ങാൻ. സോ നമ്മൾ അതുപോലെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ബാക്ക് ഡോർ അടച്ചതിന് ശേഷം മൊത്തം ഫിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് മാക്സിമം 25 മിനിറ്റ് അത്ര മാത്രം റബ്ബർ ഇട്ടാൽ മതി. ചില ഷോപ്പിൽ പോകുമ്പോൾ 1 മണിക്കൂർ 3/4 മണിക്കൂർ 2 മണിക്കൂർ ഇടാൻ പറയാറുണ്ട്. സോ മാക്സിമം ഒരു 25 മിനിറ്റ് അത്ര മതി. കാരണം അതിനേക്കാളും കൂടുതൽ ഇടുമ്പോഴും കംപ്ലൈൻറ്റ് വന്ന പല ഫോണുകളുമുണ്ട്. സോ 25 മിനിറ്റ് മാക്സിമം. സോ നമ്മളിനിപ്പോൾ സ്ക്രൂ ഇടുകയാണ്. സ്ക്രൂ കഴിഞ്ഞിട്ട്
അതിൻ്റെ ബാക്ക് ഡോറിൻ്റെ ബാക്കിൽ ചെറുതായിട്ട് ഗമ്മിട്ടതിന് ശേഷം റബ്ബർ ബാൻഡ് ഇടാം. ഇങ്ങനെയുള്ള വീഡിയോ കൂടുതൽ കാണാനും അറിയാനുള്ള ഒരു കൊതി ഉണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ദിവസേന നമ്മൾ ഷോപ്പിൽ വരുന്ന ഓരോ മോഡലും ഡിസ്പ്ലേയും കാര്യങ്ങളും ഞാൻ അപ്ലോഡ് ചെയ്യലുണ്ട്. പല ഫോണും പല രീതിയിലായിരിക്കും ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യേണ്ടി വരിക. സോ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം നമ്മൾ കൂടുതലായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാം. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സ്റ്റാർട്ടിംഗ് ആണ്, പതുക്കെ ഇനി വരുന്ന ഓരോ മോഡൽ ഡെയിലി പല മോഡലും വരാറുണ്ട്. ടൈം കിട്ടാത്തതുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. സോ എന്തായാലും മാക്സിമം ഡെയിലി ഒരു വീഡിയോ എന്തായാലും ഇടാറുണ്ട്. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ ഡിസ്പ്ലേയും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. സോ ബൈ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ് അവർ ചാനൽ. Thank you very much.